ഞാനങ്ങ് വല്ലാതെ പേടിച്ചു പോയില്ല മോളെ. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഇന്നേ കടവത്ത് വലിയ തിരക്കായിരുന്നു അച്ഛാ. വടക്കേക്കരയിലെ കാളച്ചന്തയല്ലേ ഇന്ന്? ആ കാര്യം ഞാൻ ഓർത്തില്ല മോളെ. ഇതെന്താ മോളെ നിന്റെ മുഖത്ത്? ഇത് കരിയാണച്ചാ. കരി? ഇതാരാ എന്റെ മോളുടെ മുഖത്ത് കരി തേക്കാൻ വന്നത്? അതൊന്നും അല്ലച്ചാ. ഞാൻ ഇന്നേ നമ്മുടെ തെക്കയിലെ കല്യാണിയുടെ കൊച്ചിനെടുത്ത് ഒരുപാട് കളിപ്പിച്ചു. അതിന്റെ കണ്ണും പുരിയും ഒക്കെ എഴുതിയിരുന്നു. ആ കരി എന്റെ കവളത്ത് പറ്റിയതായിരിക്കും. എന്റെ മോൾക്ക് ഒരു കുഞ്ഞിനെ കളിപ്പിക്കാൻ എത്ര വലിയ ഇഷ്ടമാണോ? ഞാനങ്ങ് പേടിച്ചു അമ്മ. കുട്ടായിച്ചേട്ടന്റെ വീട് ഇതാണ് സാറേ. ശരി വെച്ചോ. ദീപം ദീപം. അല്ല, ഇതാര്? മാധവിയുടെ വീടൊന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. കാണാൻ തക്കവണ്ണുള്ള വീടൊന്നും ഇല്ല ഞങ്ങൾ. എന്നാൽ വീട്ടിലുള്ളവരെ കാണാനെന്ന് വെച്ചോളൂ. അച്ഛനിവിടില്ലേ? അച്ഛൻ അകലെ ഒരിടത്ത് ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്. മഴ തുള്ളിയിരുന്നല്ലോ, അകത്തോട്ട് കയറി ഇരുന്നാട്ടെ. ഓ സാരമില്ല, മഴ വരുന്നതിന് മുമ്പ് ഞാൻ പോട്ടെ മാധവി. ഇനി ഒരു ദിവസം അച്ഛനുള്ളപ്പോ വരാം. ഈ പാവപ്പെട്ടവരുടെ വീട്ടിൽ അല്പം ഒന്ന് കയറി ഇരുന്നു എന്ന് വെച്ച് മാനം ഒന്ന് ഇടിഞ്ഞു വിടാൻ പോകുന്നില്ല. ഞാൻ തോറ്റു. ശരി, നടക്കും. പാവപ്പെട്ടവരുടെ വീട്ടിൽ കുറെ നേരം ഇരുന്നല്ലോ, ഇനി ഞാൻ പോട്ടെ. എങ്ങോട്ട് പോകാനാ? ഈ കാറ്റത്തും മഴയത്തും പുഴ നീന്തി കിടക്കേണ്ടി വരും. അതെന്താ? അക്കരെ പോകാൻ ഈ നാട്ടിൽ വേറെ വഞ്ചിയൊന്നും കിട്ടില്ലേ? ഓ, വഞ്ചിയൊക്കെ ഒരുപാട് കിട്ടും. പക്ഷേ ഇടവപ്പാതി സമയത്ത് വേമ്പനാട്ട് കായൽ കൂടി വഞ്ചി വലിക്കാൻ ഒരു മനുഷ്യ ജീവിയും കിട്ടില്ല. അയ്യോ മാധവി, എനിക്ക് പോകും. എങ്ങനെ പോകും? ഈ മഴയും കാറ്റും നിൽക്കാതെ ഒരു കുഞ്ഞു വഞ്ചി വിടില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാനങ്ങ് പോകും. നാളെ കാണാം. അയ്യോ, ഇതെന്താണ്? കുട്ടിക്കളിയാണ്. മരിക്കാൻ ആശയുണ്ടെങ്കിൽ അതിങ്ങനെ വേണം. മഴയും കാറ്റും മാറാതെ ഞാനിവിടെ നയിക്കില്ല. അവിടെ പോയിരിക്കും. ഇത് ശരിയല്ല മാധവി. ഏത് ശരിയല്ല? നിനക്ക് മനസ്സിലാവില്ല. ഈ രാത്രി ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല മാധവി. കാറ്റിലും കോളിലും വഞ്ചി കിട്ടാതെ ഒരിടത്ത് കയറിയിരിക്കുന്നത് എന്താണ് തെറ്റ്? പാവം, നിനക്ക് ലോകം എന്തെന്ന് അറിഞ്ഞുകൂടാ മാധവി. അതൊക്കെ പോട്ടെ. ഊണ് കാലായി. ഈ പാവപ്പെട്ടവരുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കുന്നു. ചോറിന്റെ കാര്യത്തിലുണ്ടോ ഈ വർഗസമരം? മാധവിയുടെ കൈകൊണ്ട് ഒരുപിടി ചോറുണ്ണാൻ ഞാൻ എത്ര നാൾ കൊണ്ട് കൊതിക്കുകയാണ്. എന്നാ സമാധാനമായിരിക്കും. ഞാൻ അടുക്കളയ്ക്ക് പോട്ടെ. ഊണ് വളരെ മോശമായിരിക്കും. മോശം, വളരെ മോശം. 2 പ്രാവശ്യം ചോറ് വാങ്ങിക്കഴിഞ്ഞു. വളരെ മോശം. മാധവി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും.
ആ ഞാൻ പോവുകയായിരുന്നു നല്ലത്. മാധവി, മാധവി, എന്താ മാധവി, എന്തു പറ്റി? പോകുന്ന എനിക്കറിയാം. നിങ്ങളൊക്കെ വലിയ ആള് വരും, പോകും. ഞാൻ മാത്രം. എന്നെപ്പറ്റി എങ്ങനെയാണോ മനസ്സിലാക്കിയത്? ഇല്ല മാധവി, ഒരിക്കലുമില്ല. ഞാൻ എവിടെ പോയാലും എത്ര കാലം ചെന്നാലും നിന്റെ അടുത്ത് തിരിച്ചു വരും. എനിക്ക് നിന്നെ മറക്കാൻ സാധ്യമല്ല മാധവി, ഈ ജന്മത്തെ സാധ്യമല്ല. കരയാതിരിക്കും, കരയാതിരിക്കും, കരയാതിരിക്കും. എന്നിട്ടും വിശ്വാസമില്ല അല്ലേ? മാധവി, ഇനിയും നിനക്കെന്നെ വിശ്വാസമായില്ലേ? നാം ഇപ്പോൾ ചെയ്ത ഈ കർമ്മത്തിന്റെ അർത്ഥം എന്താണെന്നറിയാം? നാട്ടുപ്രമാണികളില്ലാതെ, കൊട്ടും വാദ്യവുമില്ലാതെ പരിപാവനമായ ഈ ക്ഷേത്രസന്നിധിയിൽ വെച്ച് നിന്നെ ഞാൻ എന്റെ ഹൃദയശ്വരിയാക്കിയിരിക്കുകയാണ്. ഇതാ നോക്കൂ, ഈ മോതിരം എന്റെ ഭാവി വധുവിന്റെ മോതിരവിരലിൽ അണിയിക്കാനായി എന്റെ പ്രിയപ്പെട്ട അമ്മ മരണസമയത്ത് എന്നെ ഏൽപ്പിച്ചതാ. ഇതും ഞാൻ ആ വിരലിൽ അണിയിക്കട്ടെ. മാധവി, നാം ഒരു പ്രധാന തീരുമാനം കൂടി എടുക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, തൽക്കാലം ഈ വിവാഹബന്ധത്തിന്റെ കാര്യം പരമരഹസ്യമായി സൂക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനാണ്. കാര്യമെല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാം. എന്റെ അച്ഛൻ ഒരു ഹൃദയരോഗിയാണ്. എന്റെ വിവാഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചില അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് വിപരീതമായി പ്രവർത്തിച്ചാൽ ആ നിമിഷത്തിൽ തന്നെ ആ ക്ഷോഭം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവഹാനി തന്നെ സംഭവിച്ചേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് മാധവി, നമ്മുടെ ഈ വിവാഹബന്ധം കുറച്ചു കാലത്തേക്ക് മാത്രം രഹസ്യമായി തന്നെ സൂക്ഷിക്കണം. ഈ ദിവ്യസന്നിധിയിൽ വെച്ച് നീ എനിക്കതിന് വാക്ക് തരണം. ഞാൻ വാക്ക് തരുന്നു. അതാ, കാറ്റും മഴയും അവസാനിച്ചു. എന്റെ ഹൃദയവും കാറും കോളും ഒഴിഞ്ഞ് ശാന്തമായി. ഇനി ഞാൻ മാധവിയെ വീട്ടിൽ കൊണ്ടുവിടാം. വരൂ. വരൂ. വല്ലാതെ ഉറങ്ങിപ്പോയി. ഇതെന്താ മാധവി, ഇരിക്കൂ. കാണാൻ പാടില്ല. മുല്ലപ്പൂ. എനിക്ക് 2 മുല്ലപ്പൂ തരൂ, കൊണ്ടുപോകാൻ, നിന്റെ ഓർമ്മയ്ക്ക്. കൊണ്ടുപോകാൻ? കൊണ്ടുപോകാൻ?
ഇത് മതി. ഇതെന്താണ്? ഇതാണ് വാടാമല്ലി. എന്റെ ഓർമ്മയ്ക്ക് ഇത് മതി. ഇതിന് ഗുണവുമില്ല, മണവുമില്ല. വെറും കാട്ടുപോ. പക്ഷേ വാടില്ല. ആ, പാടില്ല. ആ, നേരം വളരെയായി. മാധവി, ഞാൻ വരട്ടെ.